ലോകത്തിന് തന്നെ നാശമാണ്. ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം ലഭിച്ചത്? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം ലഭിച്ചവൻ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിശ്വാസികളെ, ഇതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. കാരണം എന്താ? ശപിക്കുന്നത് ആരാണ്? ലോകത്തിന്റെ നേതാവാ, ലോകത്തിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തനബി തങ്ങളെ ശാപം കിട്ടിയ പിന്നെ എന്തിനാണ് നമ്മളെ കൊള്ളുക? അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടിയ പിന്നെ എന്തിനാണ് നമ്മളെ പറ്റുക? ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടിയവന് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചതാര്? അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചതാര് എന്നറിയുമോ? ലോകത്തിന്റെ ഹബീബ് ശപിച്ചത് പലിശക്കാരാ, നിന്നയാ. പലിശ വാങ്ങുന്നവരെ, കൊടുക്കുന്നവരെ, സാക്ഷി നിൽക്കുന്നവരെ, രേഖപ്പെടുത്തുന്നവരെ എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. കുല്ലുഹും സവാ, എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാവരെയും ഞാൻ പലിശ വാങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് സാക്ഷ്യം നിട്ടുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. കുല്ലുഹും സവാഉൻ, എല്ലാവരും ഒരുപോലെയാണ്. നമ്മളെ എല്ലാവരെയും പ്രതീക്ഷ നാളെ പരലോകത്ത് മൊത്ത റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മളെ എല്ലാവരെയും പ്രതീക്ഷ ആ മുത്ത റസൂലുള്ള കൈവടിഞ്ഞ മുത്ത റസൂല് ശപിച്ച വ്യക്തിയുടെ അവസ്ഥ പിന്നെ എന്തോ? അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ തമ്പുരാനെ, ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിയുടെ ശാപം കിട്ടിയ പിന്നെ എങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ ബറക്കത്ത് ഉണ്ടാകുക? അല്ലാഹുവേ, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ കിടന്നാലും പരിശെടുക്കല്ലേ പ്രിയമുള്ളവരെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശാപം ലഭിച്ച പിന്നെ അവന്റെ ജീവിതം എന്തിനാണ്? പിന്നെ അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യമാണ്? കാരണം നാളെ പരലോകത്ത് നഫ്സി നഫ്സി നഫ്സിയാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുമ്പോ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കൽബിനെ ആശ്വാസമാക്കിക്കൊണ്ട് കടന്നു വരുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ എങ്ങനെയാണ് നബി തങ്ങൾക്ക് നിന്നെ ശഫാഅത്ത് ലഭിക്കുക? നബി തങ്ങൾക്ക് നബി തങ്ങളുടെ ശഫാഅത്ത് പിന്നെ എങ്ങനെയാണ് നിനക്ക് ലഭിക്കുക? അതുകൊണ്ട് വേണ്ട വേണ്ട, പലിശ വേണ്ട വേണ്ട വേണ്ട.